നമസ്കാരം. നമ്മുടെ സമസ്തയുടെ വലിയ ഏതോ ഒരു മഹാസമ്മേളനം നടന്നിരുന്നു. എന്ത് മഹാസമ്മേളനമായിരുന്നു, ഏത് മഹാസമ്മേളനമായിരുന്നു എന്നുള്ളത് ഈ സമസ്ത, മടവൂരി, EP, AP തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾക്ക് സമ്മേളനങ്ങൾ പലതും നടക്കുന്നതുകൊണ്ട് കൃത്യമായി ഓർമ്മയില്ല. അതുകൊണ്ടത് പറയുന്നില്ല. എന്തായാലും സമസ്തയുടെ ഒരു വൻ സമ്മേളനം, 10,000 പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു. അത് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ആ ചടങ്ങിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓടിച്ചെന്ന് പങ്കെടുത്തിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന മഹാമഹോത്സവത്തെ കുറിച്ച് അറിഞ്ഞ ഭാവം അദ്ദേഹം കാണിച്ചില്ലെങ്കിൽ പോലും സമസ്തയുടെ വേദിയിൽ എത്തിച്ചേരുവാൻ അദ്ദേഹം കാണിച്ച സന്മനസ്സിനെ നമ്മൾ കാണാതെ പോകരുത്. ആ സന്മനസ് തന്നെയാണ് ഇന്നത്തെ ഈ വിഷയത്തിലൊരു പ്രധാന ഘടകവും. അപ്പോൾ സമസ്തയുടെ ഈ സമ്മേളനത്തിൽ സമസ്തയുടെ മതമേലാളന്മാർ ഒരു പ്രമേയം അവതരിപ്പിച്ചു. മലപ്പുറം, ഇടുക്കി തുടങ്ങിയ ജില്ലകൾ ജനസംഖ്യാനുപാതത്തിൽ വിഭജിച്ച് വിവിധ ജില്ലകളാക്കണം. അവരുടെ മുസ്ലിങ്ങളുടെ പെരുന്നാളിന് 3 ദിവസത്തെ വിദ്യാലയ അവധി വേണം. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നടത്തുന്ന പരീക്ഷകൾ വെള്ളിയാഴ്ചകളിൽ ഇസ്ലാമിക നമസ്കാരത്തിൻ്റെ സമയക്രമത്തിനനുസരിച്ച് വേണം ക്രമീകരിക്കുവാൻ. ചുരുക്കത്തിൽ വെള്ളിയാഴ്ച അവധി വേണം. ഞായറാഴ്ചയുള്ള അവധി ചിലപ്പോൾ മാറ്റുമായിരിക്കും. 2 ദിവസമേ അവധി കൊടുക്കുവാനുള്ള വകുപ്പുള്ളെങ്കിൽ വെള്ളി ശനിയാക്കും. ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് കാണാം. പക്ഷേ അങ്ങനെ കണ്ടാൽ നിങ്ങളെ വർഗീയവാദി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം വിളിക്കും, സമസ്തക്കാർ പിന്നീടും വിളിക്കും. അത്തരത്തിലുള്ളൊരവസ്ഥ സംജാതമായേക്കാം, സൂക്ഷിക്കുക. ഇനി തിരിച്ച് സമസ്തയിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രമേയമൊക്കെ അവർ പാസ്സാക്കി. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അവർ ഈ പ്രമേയം പാസ്സാക്കിയത് എന്ന് ചിന്തിക്കുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാധീനം അവർക്ക് ഭരണപക്ഷത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രതിപക്ഷം ഇതിനെയൊന്നും എതിർത്ത് കണ്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VD സതീശനും അതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായ VD സതീശനും അതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് സബ്ജക്റ്റ് ടു കറക്ഷനാണ്. കാരണം ആ വേദിയിൽ അദ്ദേഹത്തെ കണ്ടതോ അദ്ദേഹത്തിൻ്റെ സംസാരമോ പൂർണ്ണമായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇന്നലെ ഒരു യാത്രയിലായിരുന്നതുകൊണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ സംസാരം ഞാൻ പൂർണ്ണമായി ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു മതരാഷ്ട്രവാദത്തിനെതിരെ ധീരമായ നിലപാടുകൾ എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ തോന്നിയത് ചിരിക്കാനാണ്. പക്ഷേ മറ്റൊരു ചിന്തയും കൂടി അതിനോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ആ പ്രസ്താവന കേട്ട് ആദ്യം ഞെട്ടിയിട്ടുണ്ടാവുക സമസ്തയുടെ മതമേലാളന്മാർ തന്നെയായിരിക്കും. ഞങ്ങളിതെപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം ഈ മതരാഷ്ട്രം എന്നുള്ളൊരാശയം ഇല്ലെങ്കിൽ ഈ സമസ്ത, ജമാഅത്തെ ഇസ്ലാമി ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവരുടെ എല്ലാം നിലനിൽപ്പ് തന്നെ ഇല്ലാതായി പോകും. കാരണം അത് മാത്രമാണ് അവരുടെ ഒരു അടിസ്ഥാനം. മതം മാത്രമാണ് പ്രശ്നം. ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമികവൽക്കരണം കൊണ്ടുവരിക, അത് ഹലാലാവട്ടെ ഹറാമാകട്ടെ, അത്തരത്തിലുള്ള തരംതിരിവുകളാകട്ടെ, ഇതിലെല്ലാം ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്താധാരകൾ അല്ലെങ്കിൽ ജീവിത രീതികൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഇസ്ലാമിക മതസംഘടനകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. വസ്തുതകൾ അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന കേട്ട് സമസ്തയുടെ മതമേലാളന്മാർ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. അവരെ വളരെയധികം പുകഴ്ത്തിയും ഒക്കെ അദ്ദേഹം സംസാരിച്ചു. ഇതിൽ നിന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, ഇത് പലപ്പോഴായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. തത്വമയി ന്യൂസും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ ഒരു ആശയം പലപ്പോഴായി മുന്നോട്ട് വയ്ക്കുന്നതാണ്. വ്യക്തിപരമായി ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് കേരളം ഇപ്പോൾ നിലകൊള്ളുന്നത്. കാരണം ഒരു തീവ്ര ഇസ്ലാമിക പക്ഷം, അത് സമസ്തയുടെ രൂപത്തിൽ ഇടതുപക്ഷത്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിൽ UDF-ൽ പൂർണ്ണമായും പിടിമുറുക്കിയൊരവസ്ഥയിലാണ് LDF-ഉം UDF-ഉം ഇന്ന് നിലകൊള്ളുന്നത്. അതായത് ഈ 2 കക്ഷികളിൽ, മുന്നണികളിൽ ആര് ഭരണത്തിൽ വന്നാലും ഫലത്തിൽ സമീപഭാവിയിൽ ഒരു ഇസ്ലാമിക സംസ്ഥാനമായി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി, ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും ഭരണരീതികളും ജീവിത രീതികൾ അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെയും ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നത് ഏതാണ്ട് ഉറപ്പായൊരു കാര്യമാണ്. വിശ്വാസമാകുന്നില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില ആവശ്യങ്ങളാണല്ലോ അവർ പ്രമേയമായി ഉന്നയിച്ചത്. ആ ആവശ്യങ്ങളിൽ ഒരു കാര്യമൊന്ന് ചിന്തിച്ചു നോക്കൂ. വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ ഇസ്ലാമികവൽക്കരണം ഇപ്പോൾ തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം
സ്കൂൾ കലോത്സവങ്ങളിൽ നടത്തുന്ന ഖുറാൻ പാരായണ മത്സരമാണ്. ഖുറാൻ പാരായണ മത്സരം സ്കൂൾ കലോത്സവ വേദികളിൽ നടത്തുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് ഒരു ബൈബിൾ പാരായണ മത്സരമോ ഗീതാ പാരായണ മത്സരമോ കലോത്സവ വേദികളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അടുത്താണ്. ഇനി ഒരു സാഹചര്യം സാങ്കല്പികമായി നമുക്കൊന്ന് സൃഷ്ടിച്ചെടുക്കാം. ഈ ഖുറാൻ പാരായണ മത്സരം എന്നുള്ള ഒരു മത്സരം കലോത്സവത്തിന് ഇല്ല എന്നിരിക്കട്ടെ. പകരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് ഗീതാപാരായണ മത്സരമാണ്, ഭഗവത്ഗീത പാരായണ മത്സരം. ഈ മത്സരങ്ങളിലെല്ലാം വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുണ്ട്. മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് സഹായകരമാകുന്ന രീതിയിൽ ഗ്രേസ് മാർക്കുകൾ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും ഈ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഗീതാപാരായണ മത്സരം നടക്കുമ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനി ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം ഭഗവത്ഗീത വിശദമായി പഠിച്ച് അതിൻ്റെ പാരായണത്തിൽ 1ാം സമ്മാനമോ 2ാം സമ്മാനമോ 3ാം സമ്മാനമോ നേടുന്നു എന്ന് കരുതുക. സാങ്കല്പികമായൊരു സാഹചര്യമാണല്ലോ. സങ്കല്പിച്ച് ഒരു തവണ ചിലപ്പോൾ അവരതിനെ ഒന്ന് അവഗണിച്ചു വിടും. സാധ്യത കുറവാണ് അവഗണിക്കുവാൻ. പക്ഷെ 2ാം തവണ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ഈ മതമേലാളന്മാർ, അത് സമസ്തയുടേതാവട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടേതാവട്ടെ, പരസ്യമായ പ്രസ്താവന നടത്തി ആ കുടുംബത്തിനെ കൊണ്ട് ഈ സമ്മാനം തിരിച്ചു കൊടുപ്പിക്കുന്നു, ഇത് വേണ്ട എന്നുള്ള രീതിയിലൊരു പ്രസ്താവന ഇറക്കിക്കും. കാരണം ഇത് മതപരമായ രീതിയിൽ നമുക്ക് ഹറാമാണിത്, ഇസ്ലാമിക മതത്തിനെതിരാണ്. ഈ കുട്ടി ഭഗവത്ഗീത എന്നുള്ള ഒരു ഹൈന്ദവ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് നമ്മുടെ മതത്തിനെതിരാണ് എന്നുള്ളൊരു പ്രസ്താവന അവർ നടത്തിയിരിക്കും. ഏറ്റവും സാധ്യതയുള്ള അത്തരത്തിലുള്ള പ്രസ്താവനകൾ മതമേലാളന്മാർ നടത്തുമ്പോൾ ആ കുട്ടിയും കുടുംബവും ആ മതത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഭയപ്പാടോടുകൂടി തന്നെ അവർ ഈ പുരസ്കാരം നിരസിക്കുകയും ഇതിനെ തള്ളിപ്പറയുകയും ചെയ്യും. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം സംജാതമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മുടെ മുമ്പിലുള്ള മുന്നുദാഹരണങ്ങൾ പലതാണ് ഇതിനെ സംബന്ധിച്ച്. ഇനി തിരിച്ച് ഈ സാഹചര്യം തന്നെ ഖുറാൻ പാരായണത്തിലേക്ക് കൊണ്ടുവരിക. ഖുറാൻ പാരായണം സാങ്കല്പികമല്ല, ഇപ്പോൾ നടപ്പിലുള്ളൊരു മത്സരമാണ് സ്കൂൾ കലോത്സവത്തിൽ. ഏതെങ്കിലും ഹൈന്ദവ മതാചാര്യനോ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതനോ ഈ ഖുറാൻ പാരായണത്തിൽ ഒരു യഥാക്രമം ഹിന്ദു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഹിന്ദു ആൺകുട്ടിയോ ക്രിസ്ത്യൻ പെൺകുട്ടിയോ ക്രിസ്ത്യൻ ആൺകുട്ടിയോ പങ്കെടുക്കുന്നത് മതപരമായി തെറ്റാണ് എന്ന് പ്രസ്താവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ പ്രസ്താവിച്ചാൽ തന്നെ എന്തായിരിക്കും ആ മത ആചാര്യന് നേരെയുള്ള പ്രതികരണം, സമൂഹത്തിൽ നിന്ന് ഉയരുന്ന പ്രതികരണം? സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ പൂക്കാസ, പുരോഗമന കലാസാഹിത്യ സമിതി പോലുള്ള ബുദ്ധിജീവികൾ ഉറഞ്ഞു തുള്ളും, അല്ലേ? ഒരു സാമൂഹിക ബോധം തന്നെ സൃഷ്ടിച്ചെടുക്കും. ഇത് വളരെ പിന്തിരിപ്പന്മാരായിട്ടുള്ള മതാചാര്യന്മാരാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന, വിശാല മനസ്സോടുകൂടി എല്ലാ മതങ്ങളെയും സ്വീകരിക്കുവാൻ അവർക്കറിയില്ല തുടങ്ങിയ കാര്യങ്ങൾ. ഒപ്പം പുട്ടിന് തേങ്ങാപ്പിര ഇടുന്നത് പോലെ മുസ്ലിം മതമേലാളന്മാരും വന്ന് പറയും അത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം, സമത്വ സുന്ദര കേരളമല്ലേ ഇത് കേരളമാണ്, മതേതരം മതനിരപേക്ഷ കേരളം. പക്ഷെ സ്വന്തം മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം ഈ മതനിരപേക്ഷതയ്ക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്നത് ഈ മുസ്ലിം മതമേലാളന്മാരാണെന്നുള്ളതും യാഥാർത്ഥ്യമാണ്, സാങ്കല്പികമല്ല. ഇനി ഈ സമസ്തയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ സമസ്തയുടെ മതമേലാളന്മാരെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പിന്തിരിപ്പന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാകൃതമായിട്ടുള്ള ആശയങ്ങളുടെ പ്രചാരകന്മാരാണെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. കാരണം സ്ത്രീകൾക്ക് ഒരു സമ്മാനം വാങ്ങുവാൻ വേദിയിൽ കയറുവാൻ പാടില്ല, സ്ത്രീകൾ പൊതുനിരത്തിൽ തലയിൽ തട്ടമിടാതെ അല്ലെങ്കിൽ പൂർണ്ണമായി ഹിജാബും പർദ്ദയും ഒന്നും ധരിക്കാതെ പുറത്തിറങ്ങി നടക്കുവാൻ പാടില്ല, ചടങ്ങുകളിൽ പുരുഷന്മാരോടൊത്ത് ഇടകലർന്ന് അവർ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ ഇരിക്കുക പോലും ചെയ്യരുത്, നടുക്കുകൂടി ഒരു കറുത്ത തുണി വലിച്ചു കെട്ടിയിട്ട് അത്തരം വേദികൾ ഉണ്ടാക്കുവാൻ പാടുള്ളൂ തുടങ്ങിയ പല അപരിഷ്കൃതമായ 6ാം നൂറ്റാണ്ടിലെ കാടൻ ചിന്താഗതികൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന മതമേലാളന്മാരാണ് സമസ്തയിൽ തന്നെയുള്ള പലരും. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒന്നൊന്നായി ഞാൻ പറയുന്നില്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത്തരത്തിലുള്ള പുരോഹിതന്മാർക്കെതിരെ, മതമേലാളന്മാർക്കെതിരെ, ഇനി സമസ്തയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിം മത മേലാളന്മാരുടെ ഏത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാവട്ടെ, സുന്നി ആവട്ടെ, AP സുന്നി ആവട്ടെ, EP സുന്നി ആവട്ടെ, മടവൂരി ആവട്ടെ, ജിന്നൂരി ആവട്ടെ, എന്തുമാകട്ടെ, ഓരോരുത്തരുടെ പ്രസ്താവനകൾ നാം കേട്ടിട്ടുള്ളതാണ്.
ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വേശ്യകൾക്ക് തുല്യരാണ് എന്ന് ഒരു അധികം ഉയരമില്ലാത്തൊരു ഉസ്താദ്, ട്രോളന്മാർ കുരട്ടടയ്ക്ക ഉസ്താദ് എന്ന് വിളിക്കുന്ന ഒരു ഉസ്താദിൻ്റെ പ്രസംഗം നാം കേട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള പരിപൂർണമായി യഥാർത്ഥ പിന്തിരിപ്പൻ പ്രസ്താവനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമന കലാസാഹിത്യ വിഭാഗത്തിൻ്റെ ഒരു എതിർപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എതിർപ്പ് സ്വരമുയർത്തുന്ന പ്രതികരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. കാരണം പൂർണ്ണമായൊരു അടിമത്വം കമ്മ്യൂണിസ്റ്റുകാർക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇത്തരം സാഹിത്യകാരന്മാർക്കും ഒരു സാംസ്കാരിക നായകന്മാർക്കും ഇസ്ലാമിനോടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഖുർആൻ പാരായണ മത്സരം മാത്രം സ്കൂൾ കലോത്സവത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഏതാണ്ടൊരു അവകാശം പോലെ ഒരു പ്രസ്താവന നടത്തി ഒരു പ്രമേയം പാസ്സാക്കുവാനുള്ള ധൈര്യം മുസ്ലിം മതമേധാവികൾക്കുണ്ടാകുന്നത് ഈ ഒരു അടിമത്വം കാരണം കൂടിയാണ്. അത് കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇടതായാലും UDF ആയാലും ഒരേ തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള തീവ്ര മതമേലാളന്മാർ അവർക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്നത്. എങ്ങോട്ടാണ് കേരളത്തെ ഇവർ കൊണ്ടുപോകുന്നത്, ഏത് ദിശയിലേക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നാം ഓരോരുത്തരുടെയും കണ്ണുകൾക്ക് മുൻപിൽ തെളിയേണ്ട ഒരു അവസ്ഥയാണ്. അത് തെളിഞ്ഞില്ലെങ്കിൽ നാമാണ് മണ്ടന്മാർ. വരും തലമുറ എന്നെയും നിങ്ങളെയും പഴിക്കും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.